PSC പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് വാശിയാണ്. മറ്റുള്ള ആളുകളോടൊന്നുമല്ല നമുക്ക് വാശി വേണ്ടത്. അങ്ങനെ വാശി വെച്ച് നമുക്ക് ഒരിക്കലും പഠിക്കാൻ കഴിയില്ല. നമുക്ക് വാശി വേണ്ടത് നമ്മളോട് തന്നെയാണ്. ഇത്രയും നാൾ നമ്മൾ ജീവിതമൊക്കെ ഉഴപ്പിക്കളഞ്ഞില്ലേ? കാരണം നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നല്ലേ. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും ചെയ്തു തരാൻ വീട്ടുകാരുണ്ട്. അപ്പോൾ നമുക്ക് പൈസയ്ക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു കാര്യങ്ങളിലും ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല. സുഖമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. പക്ഷേ ആ ഒരു കംഫർട്ട് സോൺ മാറിയിട്ട് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി വേണം. ജോലി രണ്ട് തരത്തിലുണ്ട്. പ്രൈവറ്റ് ജോബും കിട്ടാം, നമുക്ക് ഗവൺമെൻറ് ജോബും കിട്ടാം. പക്ഷേ സ്ഥിരതയുള്ള ജോലി എന്നുള്ള രീതിയിൽ കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത് ഗവൺമെൻറ് ജോബായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ കഷ്ടപ്പെട്ട് പഠിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രം പോരാ, നല്ല വാശി ഉണ്ടാവണം. ഈ വാശിയാണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. പലപ്പോഴും നമ്മൾ മോട്ടിവേഷൻ വീഡിയോസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് മോട്ടിവേഷൻ കിട്ടുള്ളൂ. പക്ഷേ എപ്പോഴും 24 മണിക്കൂർ നമുക്ക് മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിൽ വാശി ഉണ്ടാവണം. നിങ്ങളെ പലരും കളിയാക്കിയിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരുപാട് കളിയാക്കൽ കിട്ടിയിട്ടുണ്ടാവും. എപ്പോഴും നോക്കിയാലും പഠിക്കുകയാണ്, പക്ഷെ ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ, ഒരു ലിസ്റ്റിലും ഇന്നേ വരെ വന്നിട്ടില്ലേ, ഇങ്ങനെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, PSC ഒന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല, നീ ഗൾഫിലോ എവിടെയെങ്കിലും പോ. ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള കളിയാക്കലുകൾ ബന്ധുക്കളുടെ കയ്യിൽ നിന്നും സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും നാട്ടുകാരുടെ കയ്യിൽ നിന്നും, എന്നിട്ടൊരു കല്യാണത്തിന് പോലും നമുക്ക് പോകാൻ കഴിയാറില്ല. എവിടെ പോയാലും ജോലിയൊന്നും ആയില്ലേ എന്നൊരു ചോദ്യം നമുക്ക് നേരെ ഉറപ്പായിട്ടും വരും, പ്രത്യേകിച്ച് ഒരു 30-35 വയസ്സിനുള്ളിൽ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ തളരുകയല്ല വേണ്ടത്, വാശിയാണ് വേണ്ടത്. അടുത്ത പ്രാവശ്യം ഈ ആൾക്കാരെ കാണുമ്പോൾ ഇവർക്കുള്ള മറുപടി നമ്മൾ കൊടുത്തിരിക്കും എന്നൊരു വാശിയാണ് നമ്മുടെ മനസ്സിലേക്ക് വേണ്ടത്. മറുപടി കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ കയർത്ത് സംസാരിക്കുക എന്നല്ല, മറിച്ച് അവർ ചോദിക്കുമ്പോൾ എനിക്ക് ജോലി കിട്ടി എന്ന് പറയാനുള്ള ഒരു മറുപടി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കണം. ആ വാശിയാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. നിങ്ങളെ ചോദ്യങ്ങൾ ചോദിച്ച് തളർത്തിയ, നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത ആളുകളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു ജോബ് വേണം. എന്നും രാവിലെ എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് ഈ കാര്യം തന്നെ ആലോചിക്കുക. എനിക്ക് വാശിയാണ്, പഠിച്ച് ജോലി വാങ്ങണം എന്നത് എൻ്റെ വാശിയാണ്, അതിന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കും, ഇന്നത്തെ ദിവസം പരമാവധി പ്രയോജനപ്പെടുത്തും. ഇന്നത്തെ ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ അതിലൊരു 15 മണിക്കൂറെങ്കിലും ഞാൻ എൻ്റെ വാശി നേടാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കും എന്നൊരു ദൃഢനിശ്ചയം എടുക്കുക. PSC പഠിക്കുന്ന പല വിദ്യാർത്ഥികളുടെയും പ്രശ്നമാണ് ചെറിയ ഡിപ്രഷൻ വരിക എന്നുള്ളത്. കടുത്ത ഡിപ്രഷന് ഉറപ്പായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കണം. പക്ഷേ ചെറിയ ഡിപ്രഷൻ നല്ലതാണ്. ചില സമയത്ത് നമ്മൾ വെറുതെ ഇരുന്ന് വിഷമിച്ച് കരയുമല്ലോ, എനിക്ക് ജോലിയൊന്നും ആയില്ല, കുറേ പഠിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. ആ ഒരു വിഷമവും ഡിപ്രഷൻ നല്ലതാണ്. അതിൽ നിന്ന് നമ്മൾ ഊർജ്ജം ഉൾക്കൊണ്ട് വീണ്ടും വീണ്ടും പഠിക്കുക എന്നുള്ളതാണ്. കാരണം എപ്പോഴും നമ്മൾ സന്തോഷിച്ച് നടക്കുന്നതിനേക്കാളും നല്ലത് ഇടയ്ക്ക് ചെറിയ വിഷമം വരിക എന്നുള്ളതാണ്. ആ വിഷമം വരുമ്പോഴെങ്കിലും നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കും, അടുത്ത് എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആലോചിച്ച് തുടങ്ങും. അതുകൊണ്ട് തന്നെ ചെറിയ ഡിപ്രഷനും ചെറിയ വിഷമങ്ങളും ചെറിയ സ്ട്രെസ്സൊക്കെ നല്ലതാണ്. ഒന്നും അമിതമാവാതിരിക്കാൻ ശ്രദ്ധിക്കും.